ഗായ്സ്, വെൽക്കം ബാക്ക് ടു അഫിഹാൻസർ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് ഉമ്മൽക്കോയിലുള്ള ഡ്രീം ലാൻഡ് അക്വാ പാർക്കിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈദിന്റെ ഓഫ് ഡേ ഒക്കെ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ഡ്രീം ലാൻഡ് അക്വാ പാർക്ക് ഉമ്മൽക്കോയിലാണ്. അജ്മാനിൽ ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 11:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 12:30 മണിക്കുള്ളിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മൽക്കോയിൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല ഒരു കാമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നല്ലൊരു പ്രദേശമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മൽക്കോയിൻ. ആസിഫ് അലി പറഞ്ഞിട്ടില്ലേ, കോർഫക്കാൻ നല്ല സ്ഥലമാണ്. അതേപോലെ തന്നെ ഉമ്മൽക്കോയിനും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അതേപോലെ താമസിക്കാനും നല്ല സ്ഥലമാണ് അൻസുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോഴേക്കാണ് ഇസാൻ്റെ ചെരുപ്പ് എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയി. അവൾ ഉറങ്ങുകയുണ്ടായിരുന്നത്. അപ്പോൾ ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൻസു പിന്നെയും പാവം അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ, കാറിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അൻസുവിന് വേണ്ടിയിട്ട്. അങ്ങനെ അൻസു തിരിച്ചു വന്നു. ഞങ്ങളിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അൻസും ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ലോക്കറിൽ നമുക്ക് അവിടെ വെക്കാം കേട്ടോ. അപ്പോൾ ലോക്കറിൽ വെക്കണവർക്ക് വെക്കാം, വെക്കേണ്ടാത്തവർക്ക് വെക്കണ്ട. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങൾ കുറച്ചൊക്കെ ഉള്ളത് ലോക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ വേറെ വേറെ സ്ഥലമുണ്ട്, മെയിലിനും ഫീമെയിലിനും ഒക്കെ. അങ്ങനെ അതിനുശേഷം ഞാനിത് വീഡിയോ എടുക്കണ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഞാൻ പറയണത് എൻ്റെ വീഡിയോയിൽ എപ്പോഴും അൻസും മിസയും മാത്രമാണ് കൂടുതലുള്ളത്. കാരണം ഞാനാണല്ലോ വീഡിയോ എടുക്കണത്. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല. എനിക്ക് എൻ്റെ വീഡിയോ എടുത്ത് തന്നൂടെ എന്നൊക്കെ ഞാൻ അൻസുവിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ട് സ്വയം തന്നെ സെൽഫി വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട് അവളെ വീഡിയോ എടുക്കേണ്ടതെന്നാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ വീഡിയോസിലും ഫോട്ടോസിലും ഒന്നും വരുന്നത് വലിയ താല്പര്യമുള്ള ആളല്ല. പിന്നെ നമ്മളൊരു മണ്ടത്തരം ചെയ്തു. എന്താണെന്നറിയൂ, ചെരുപ്പ് ലോക്കറിൽ വെച്ചിട്ട് വന്നു. ചെരുപ്പ് എല്ലാവരുടെയും പോയിട്ട് ഇങ്ങനെ ഊരി വയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അതൊരു മണ്ടത്തരം ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവളെ വിട്ടു കേട്ടോ. അവളെ വിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. കാരണം കാല് നിലത്ത് വയ്ക്കാൻ പറ്റുന്നില്ല, അത്ര ചൂടാണ്. കുട്ടിയുടെ ചെരുപ്പ് മാത്രം എടുത്തു, ഞങ്ങളുടെ ചെരുപ്പ് ഞങ്ങൾ ഇട്ടില്ല. അങ്ങനെ വെയിൽ കൊണ്ട് അൻസുവിന് മതിയായിട്ടാണ് അൻസു ഇരിക്കുന്നത്. എൻ്റെ പൊന്നെ എന്തൊരു വെയിലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി നമ്മൾ നേരെ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് കേട്ടോ നമ്മൾ ഇറങ്ങാൻ പോണത്. വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി വെയിലാണ് കേട്ടോ. ഈ വീഡിയോ ഒക്കെ എൻ്റെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും, കുട്ടീനെ കൊണ്ട് ഇത്ര വെയിലത്ത് എന്തിനാണ് പോയി നിൽക്കുന്നതെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ എത്ര ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നറിയോ. ശരിയാണ്, അത് അവരുടെ കുട്ടികളാണ്, അത് അവരുടെ ഇഷ്ടം. പക്ഷേ നമ്മുടെ കുട്ടികളെ കൊണ്ട് വെയിലത്ത് നിർത്തണം എന്നില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇസാക്ക് ആദ്യം കംഫേർട്ടേ ഉണ്ടായിരുന്നില്ല. അവൾ പൊതുവേ അവൾക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ തന്നെ പേടിയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങില്ല, പേടിച്ചിട്ട്. തിര വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പേടിയാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവൾ സെറ്റായി, അവൾ ഓക്കെ ആയിട്ടോ, കംഫർട്ടായി. അങ്ങനെ അവൾക്ക് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ തന്നെ വെച്ചിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുടിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളം താഴ്ചു. അപ്പോൾ അഞ്ച് പോയിട്ട് മൊജിറ്റോ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഇങ്ങനെ ഒരു ബ്ലൂ കളറിലും ഒരു റെഡ് കളറിലും, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ. മൊജിറ്റോ ആണ് എന്തായാലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വേറൊരു സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നു. ഇവിടെ നല്ല നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു വെള്ളം കേട്ടോ. ഇത് ഇസാക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് അപ്പോഴേക്കും ഒരു ഏകദേശം 2 മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ ഇസാക്ക് ഫുഡ് കൊടുത്തു. ഇസാക്ക് ഞാൻ കഞ്ഞിയും പിന്നെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു, അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൊടുത്ത് അവളുടെ വിശപ്പ് എന്തായാലും മാറ്റണമല്ലോ. നമ്മുടെ വിശപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ഓക്കെയാണ്, പക്ഷെ കുട്ടിക്ക് അങ്ങനെയല്ലല്ലോ. അങ്ങനെ അവളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവൾക്ക് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ കണ്ടില്ലേ, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. ഇങ്ങനെ ഒരു തിണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളത്തിൽ കളിക്കാം, അവിടെ പോയി ഇരിക്കാം, ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചില്ല് ചെയ്യാം. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടില്ലേ കോളയും പെപ്സിയും ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലം കൂടെ, ഒരു ഷോപ്പും കൂടെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇസാക്കാണെങ്കിൽ ഈ വെള്ളം ഓക്കെയാണ്. ഇങ്ങനത്തെ പൂളിൽ അവൾക്ക് ഭയങ്കര വെയിലും ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ അവൾ കംഫർട്ടായി. അവൾക്ക് ഇവിടുന്ന് ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറണം തന്നെ ഇല്ല. അങ്ങനെയായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് മൊജിറ്റോ ഒക്കെ കുടിക്കുന്നുണ്ട്. എൻ്റെ സിസ്റ്റർ അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, വെള്ളത്തിൽ തന്നെയാണ് അവളും. അങ്ങനെ നമ്മൾ സ്ലൈഡിങ് ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അവിടുത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ആകെ അഞ്ചും എൻ്റെ അനിയത്തിയും പാടെ അവർ ഒരു സ്ലൈഡിങ്ങിൽ എന്തെങ്കിലും മറ്റോ പോയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റി ചെയ്യാൻ. പക്ഷെ ഞാനത് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇവർ ഫോണും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പൂളിൽ നിന്ന് കയറിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ബീവറേജസ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും, ചെറിയ രീതിക്കുള്ളതൊക്കെ അൻസു പറഞ്ഞതാണ് കേട്ടോ. ഞാനിത് അവിടെ കണ്ടത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തതാണ്. ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ട് കുടിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം, അതിനും കൂടെ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഇത്രയും വെയിലുള്ള ഒരു സന്ദർഭമായത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ ഇവിടേക്ക് വന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു
ഇവിടെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യണ ഒരു സ്ഥലം, നല്ല രസമാണ് കേട്ടോ ഇവിടെ. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇവരെ കണ്ടത് കേട്ടോ. ഇവരെ കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും. ഹൽക്കൻ ലോയും പിന്നെ അതേപോലെ ക്യൂൻ ഓഫ് ഹൽക്കൻ, അവരെ കണ്ടു കേട്ടോ. അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ നമ്മൾ വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇപ്പോഴേക്കും ഒരു ഏകദേശം ഒരു 3:30-4 മണി ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നിറയെ കുട്ടികളാണ്. കുട്ടികളെ ഇത്ര ചെറിയ കുട്ടികളാണെന്നറിയോ, 3 മാസം 4 മാസം പ്രായമുള്ള കുട്ടികളെ വരെ അവർ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നും. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെ വെയിലത്തു കൂടെ പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ, ഒരു തൊപ്പി പോലും വെക്കാതെ അവർ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് അത്ഭുതം തന്നെയാണ് കേട്ടോ തോന്നിയത്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ പ്രാവശ്യം ഒരുമ്പെട്ട് ഇറങ്ങിയ പോലെയാണ് വന്നിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് നമ്മൾ അവളെ വെള്ളത്തിലിറക്കിയിട്ടുണ്ട്, വെള്ളത്തിലിറക്കി നിർത്തുന്നുണ്ട്. തലയിലൊക്കെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴെപ്പോഴും നമുക്ക് തുടച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും വാട്ടർ തീം പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അനുഭവിക്കുക, അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ വെള്ളത്തിലുള്ള അർമാദമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ഇതുപോലൊരു കോംബോ മീല് വാങ്ങിച്ചിട്ട് കഴിച്ചു. ബ്രോസ്റ്റഡും പിന്നെ എന്തോ പൊട്ടാറ്റോ ഫ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജെനുവിൻലി ഞാൻ ഇപ്പോൾ ഇവിടെ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡിനൊക്കെ അവിടെ എന്തായാലും വില കൂടുതൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഫുഡും ജ്യൂസും കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും. അതേപോലെ അവിടെ നിന്ന് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും ഒരു ക്യാപ്പ് വാങ്ങിക്കുകയാണെങ്കിലും കുട്ടിക്കുള്ളൊരു ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിൽ പോലും അവിടെ നല്ല വിലയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് UAE സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയുമായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ പോയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അങ്ങനെ വെള്ളത്തിൽ പേടിയുള്ള ആൾ ഇവിടെ അർമാദിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നും കൂടെ വയറ് നിറഞ്ഞപ്പോൾ അവൾ ഒന്നും കൂടെ ഉഷാറായി. അപ്പോൾ അവൾക്ക് തനിയെ വെള്ളത്തിലിറങ്ങണം, തനിയെ വെള്ളത്തിൽ നിൽക്കണം, കൈവിട്ട് നിൽക്കണം, ഇതൊക്കെ ആയിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി പോകാനുള്ളൊരു സമയമായിട്ടുണ്ട്. ഏകദേശം നമ്മൾ അത്യാവശ്യത്തിലധികം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇസാക്ക് ലാസ്റ്റ് കൊണ്ടായപ്പോൾ കണ്ടില്ലേ, ഭയങ്കര ഡാൻസും കളിയൊക്കെ ആയിട്ടുണ്ട്. മൂപ്പര് കയറാനുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല. എന്തായാലും നമുക്ക് തിരിച്ചു പോകണമല്ലോ. 5:30-6 മണിയൊക്കെ ആയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്നുള്ളൊരു പ്ലാനിലാണുള്ളത്. 7 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൾക്കൊരു ബലൂണൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ടൈം ഒന്നും കൂടെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. പിന്നെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വീണ്ടും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.